മഴക്കെടുതിയെ തുടർന്ന് കോട്ടയം ജില്ലയിൽ ഇതുവരെ തുറന്നത് 71 ദുരിതാശ്വാസ ക്യാമ്പുകളാണ്. 1678 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. കോട്ടയം താലൂക്കിൽ മാത്രം 39 ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, എന്തായാലും കഴിഞ്ഞ ദിവസമൊക്കെ തന്നെയും ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ് ജില്ലയിൽ ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം, ഒപ്പം ഈ ദുരന്ത മേഖലകളിൽ നിന്നൊക്കെ തന്നെയും ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു. കൂടുതൽ ക്യാമ്പുകൾ തുറന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇനിയുള്ള മണിക്കൂറുകളിലെ ജാഗ്രതാ നിർദ്ദേശം എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് മറ്റ് മുന്നൊരുക്കങ്ങൾ? വിഷ്ണു, കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലാണ് ഇപ്പോൾ മഴ ഉള്ളത്. അതിതീവ്ര മഴ കിഴക്കൻ മേഖലയിൽ നിന്ന് ഇപ്പോൾ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട്. മഴ ഇപ്പോൾ തീവ്രമായി പടിഞ്ഞാറൻ മേഖലയിലെ ആർപ്പുക്കര, ഐമനം, തിരുവാർപ്പ്, വിജയപുരം, മണർകാട് തുടങ്ങിയ മേഖലയിലാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇടപെട്ടുള്ള ശക്തമായ മഴ ലഭിച്ചത്. 71 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നിലവിൽ കോട്ടയം ജില്ലയിൽ തുറന്നിരിക്കുന്നത്. ഇതിൽ ഏറെയും ഉള്ളത് ഈ പടിഞ്ഞാറൻ മേഖലയിൽ തന്നെയാണ്. മീനച്ചിൽ താലൂക്കിൽ 19 ദുരിതാശ്വാസ ക്യാമ്പുകളും, കോട്ടയം താലൂക്കിൽ 39 ദുരിതാശ്വാസ ക്യാമ്പുകൾ, ചങ്ങനാശ്ശേരി താലൂക്കിൽ 6 ക്യാമ്പുകൾ, കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ 7 ക്യാമ്പുകൾ. ഇങ്ങനെയാണ് നിലവിൽ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നതിന്റെ കണക്കുകൾ എന്ന് പറയുന്നത്. കോട്ടയം താലൂക്കിലാണ് 39, ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നത് കോട്ടയം താലൂക്കിലാണ്. പടിഞ്ഞാറൻ മേഖലയിലെ ആർപ്പുക്കര, ഐമനം, വിജയപുരം, മണർകാട് ഈ മേഖലകളൊക്കെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ മേഖലയിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ ഉള്ളത്. 1678 പേർ ഈ ക്യാമ്പുകളിൽ ആകെ ഉണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണക്ക്. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളം ഈ പടിഞ്ഞാറൻ മേഖലയിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ ഇനി വരുന്ന മണിക്കൂറുകളിൽ ഈ പടിഞ്ഞാറൻ മേഖലയിൽ ആർപ്പുക്കര, ഐമനം ഉൾപ്പെടുന്ന ഈ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകാനും വീടുകളിലടക്കം വെള്ളം കയറാനുമുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. വീടുകളിലേക്ക് ഈ മേഖലകളിൽ വെള്ളം ഇതിനോടകം തന്നെ കയറിയിട്ടുണ്ട്. പല വീടുകളിലും വെള്ളത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയുള്ള മണിക്കൂറുകളിൽ മഴ തുടരുകയാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ശക്തമായി നിലനിൽക്കുകയാണ്. കൂടുതൽ ക്യാമ്പുകൾ തുറക്കേണ്ടി വരും. ഏത് അടിയന്തര സാഹചര്യത്തിലും ക്യാമ്പുകൾ തുറക്കുന്നതിന് സജ്ജമാണ് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നാളെ സ്കൂളുകൾക്കടക്കം കോട്ടയം ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജാഗ്രത തുടരണം എന്നുള്ള കാര്യം തന്നെയാണ് ഈ രാത്രിയിലും ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശം. പ്രധാന കഴിഞ്ഞ ദിവസങ്ങളിൽ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ഉണ്ടായ ഈരാറ്റുപേട്ട, പൂഞ്ഞാർ, പാല മേഖലകളിൽ നിന്ന് വെള്ളം ഇപ്പോൾ ഒഴിയുന്നുണ്ട്. അവിടെ തീവ്രത മഴയ്ക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള ആശ്വാസവുമുണ്ട്. വിഷ്ണു, ശരി, മിഥുൻ മുരളിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.